ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കോവയ്ക്ക കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏറെ ഗുണങ്ങളുള്ള കോവയ്ക്ക പല രീതിയിലും കറികളുണ്ടാക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ്റെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. അധികം വിളയാത്ത ചെറിയ കോവയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം കോവയ്ക്ക നീളത്തിൽ 4ആയി കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഇനി ഒരു ബൗളിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ യോജിപ്പിച്ച് ഇതുപോലെ കുറുകിയ രൂപത്തിൽ എടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കുറേശ്ശെയായി ഈ കൂട്ടിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു കടായിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിളയ്ക്കുമ്പോൾ കോവയ്ക്ക കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള കോവയ്ക്കയും ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോവയ്ക്കയും മസാലയും ഫ്രൈ ആയപ്പോൾ എന്താ ഒരു മണം, കാണാനും എന്താ ഭംഗി. ചോറിന് വേറെ കറി ഒന്നും വേണ്ട ഈ കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കുക. കുറച്ച് കോവയ്ക്ക ഫ്രൈയും ചോറും കൂടി ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ. എന്തൊരു ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറച്ച് പെരിഞ്ജീരകം മുഴുവനോടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റും കൂടെ ആയപ്പം സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.